പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കൊണ്ടാഴി യൂണിറ്റിന്റെ പുതിയ അംഗങ്ങളുടെ 2025 അംഗത്വ ഫോമുകൾ ഏറ്റുവാങ്ങി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊണ്ടാഴി യൂണിറ്റ് മെമ്പർഷിപ്പ് പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KN സോമൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി TV മോഹൻദാസ് പരിഷത്ത് പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അങ്ങനെ അവരെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുക. അപ്പോൾ അംഗത്വം വർദ്ധിപ്പിക്കുക, അംഗത്വം ചേർക്കുന്ന കാര്യത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തും. പിന്നെ നമുക്ക് ഇതിനെല്ലാം വിഷയസമിതികളുണ്ട്. ഈ പരിഷത്തിൽ വ്യത്യസ്ത ഇനം വിഷയസമിതികൾ ഓരോരുത്തർക്കും കൈകാര്യം ചെയ്യാവുന്ന ആ ഫോമിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക. അതായത് നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ബാലവേദി, യുവസമിതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയസമിതികളുണ്ട്. ആ സമിതികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമുക്കിതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കഴിയണം, പ്രവർത്തകർക്ക് കഴിയണം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുമ്പോഴാണ് നമ്മുടെ പ്രദേശത്ത് ഒരു ലക്ഷണമൊത്ത ശാസ്ത്ര സംഘടനയായിട്ട് നമുക്ക് ഈ പരിഷത്തിനെ മാറ്റിയെടുക്കുന്നത്. തീർച്ചയായും മാറ്റാൻ കഴിയും. മായന്നൂരിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല അടിവേരുള്ള ഒരു സ്ഥലമാണ്. കാരണം പരിഷത്തിൻ്റെ ആദ്യത്തെ ഒരു യോഗം തന്നെ ചേരുന്നത് തൊട്ട ഈ പാലത്തിൻ്റെ അപ്പുറമുള്ള, അന്ന് പാലല്ല, പുഴ കടന്നതിന് അപ്പുറമുള്ള മായന്നൂർ നമ്മുടെ ഒറ്റപ്പാലം വെച്ചിട്ടാണ് അല്ലേ. 1956 ആ സംഘടനയുടെ ആദ്യ രൂപം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റപ്പാലത്ത് ചെയ്തത്. പിന്നീടാണ് 1962 കോഴിക്കോട് വെച്ചിട്ട് ഈ സംഘടനയ്ക്ക് രൂപം. അപ്പോൾ ആദ്യം വരുന്നത് ഒറ്റപ്പാലത്താണ് നടന്നത്. അന്ന് അവിടെ നടക്കാതിരുന്നത് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് കാലങ്ങൾ ഗ്യാപ്പ് വന്നത്. യൂണിറ്റ് പ്രസിഡന്റ് T വസന്തകുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ T വാസുദേവൻ മാസ്റ്റർ, യൂണിറ്റ് സെക്രട്ടറി ബിന്ദു ടീച്ചർ, T രവീന്ദ്രൻ, K സേതുമാധവൻ, ഉഷ ടീച്ചർ, ഷീല ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. പരിഷത്ത് കൊണ്ടാഴി യൂണിറ്റ് പ്രസിഡന്റ് വസന്തകുമാരി ടീച്ചറിൽ നിന്നും ജില്ലാ ജോയിന്റ് സെക്രട്ടറി KN സോമൻ പുതുതായി ചേർന്ന അംഗങ്ങളുടെ മെമ്പർഷിപ്പ് ഫോമുകൾ ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂർ അടുത്താണ്. അവരൊരു ദിവസം പറഞ്ഞത് അവർക്കും സയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഒരു ആലോചിച്ച് കഴിയുമ്പോൾ എനിക്കൊരു മനസ്സിൽ വരുന്നൊരു കാര്യം, എന്നേക്കാൾ B.Ed ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് അതിലിരിക്കുന്നത്. ഞാൻ വെറും 10ാം ക്ലാസ്സുകാരനാണ്. ഞാനാണ് അവർക്ക് സയൻസ് പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണെന്നുള്ളതാണ് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നത്. അവർക്ക് 10ാം ക്ലാസ്സുകാരന് സയൻസ് പറഞ്ഞു കൊടുക്കാൻ, M.Edകാരനും MSCക്കാർക്കൊക്കെ സയൻസ് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് എന്നെ വളർത്തിയത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അത് എനിക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഇതിൻ്റെ മൂല്യം. നമ്മളിതിൽ പഠനമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ അവനവനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് പരിഷത്തിൻ്റെ ഒരു മൂല്യം നമുക്ക് മനസ്സിലാവുക. നമ്മൾ എന്തിനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്, എന്താണ് നമ്മുടെ ലക്ഷ്യബോധം. യഥാർത്ഥത്തിൽ അടുത്ത തലമുറയ്ക്കുള്ള വേദിയൊരുക്കലാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം. CCV ന്യൂസ്, കൊണ്ടാഴി.